നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആകുന്നതിനുള്ള കാരണങ്ങളാണ്. അതിലൊന്നാമത് റേഡിയേറ്റർ കോർ എക്സ്റ്റേണലി അടഞ്ഞു കഴിഞ്ഞാൽ, പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ മുൻഭാഗം ബോണറ്റിൻ്റെ അല്ലെങ്കിൽ ബമ്പറിൻ്റെ, ഇനി നമ്മളെ പമ്പാണെങ്കിൽ തൊട്ട് പമ്പിന് മുന്നിലിരിക്കുന്ന ആ മുൻഭാഗത്തുള്ള റേഡിയേറ്റർ എക്സ്റ്റേണലി അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് എയർ വരത്തില്ല. അപ്പോൾ നമ്മളെ കൺവെക്ഷനൊന്നും നടക്കത്തില്ല. കൺവെക്ഷൻ നടക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. അതുപോലെ തന്നെ ലൂസ് ഫാൻ ബെൽറ്റ് ആകുമ്പോൾ നമുക്കറിയാം, നമ്മളെ ചില റേഡിയേറ്ററിന് നമ്മൾ ഫാൻ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ വാട്ടർ പമ്പും എവിടെയാണ് നമ്മൾ കൊടുക്കുക, ആ ബെൽറ്റ് വഴിയെ കൊടുക്കുക അല്ലേ. അപ്പോൾ ആ ഫാന് അല്ലെങ്കിൽ ആ ഫാൻ ബെൽറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പമ്പിൻ്റെ മുകളിൽ കൂടിയും, അതുപോലെ നമ്മൾ റേഡിയേറ്ററിൻ്റെ ഫാനിൻ്റെ മുകളിൽ കൂടിയും, പിന്നെ അൾട്ടർനേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക, ഒരേ ബെൽറ്റ് നമ്മൾ ഉപയോഗിക്കുക. അത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പമ്പും സ്പീഡ് കമ്മിയാവും, ഫാനും സ്പീഡ് കമ്മിയാവും, അൾട്ടർനേറ്റർ സ്പീഡ് കമ്മിയാവും. അപ്പോൾ വാട്ടർ പമ്പിൻ്റെ സ്പീഡ് കമ്മിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എത്തിയിട്ടില്ല, നമ്മളെ വെള്ളത്തിന്, കൂളിംഗ് വാട്ടറിനെ എഞ്ചിൻ്റെ ബ്ലോക്കിലേക്ക് പ്രഷറോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഇനി വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ടില്ല, എന്തായാലും ആവില്ലേ. പിന്നെ റേഡിയേറ്റർ ബ്ലോക്കഡ് ഇൻറ്റേർണലി നമുക്ക് അപ്പർ ടാങ്കിനെയും ലോവർ ടാങ്കിനെയും ബന്ധിപ്പിച്ചിട്ട് നമുക്ക് കോഴ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ ആ കോഴ്സ് വഴിയാണ് നമ്മൾ വെള്ളം വരിക. അത് നമ്മൾ ചളിയൊക്കെ പോയി അടഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല, അപ്പർ ടാങ്കിൽ നിന്നും ലോവർ ടാങ്കിലേക്ക് വെള്ളം എത്തത്തില്ല. കാരണം ലെസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ അപ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഇനി ഹോസ് പൈപ്പ് ബ്രോക്കൺ അല്ലെങ്കിൽ ലൂസ്, നമ്മൾ റേഡിയേറ്ററിൻ്റെ ഹോസ് പൈപ്പുകൾ ലൂസായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം നമുക്ക് വേസ്റ്റായി പോകും അല്ലെങ്കിൽ നഷ്ടപ്പെടും. അപ്പോൾ നോ വാട്ടർ ഇൻ റേഡിയേറ്റർ എന്നുള്ള അവസ്ഥ, റേഡിയേറ്ററിൽ വെള്ളം നിൽക്കാതെ വരും. അങ്ങനെ റേഡിയേറ്ററിൽ വെള്ളം അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടത്തില്ല. നോ വാട്ടർ സർക്കുലേഷൻ ഇൻ ദി സിലിണ്ടർ ബ്ലോക്ക്, അങ്ങനെ പമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെള്ളം കിട്ടത്തില്ല. തൽഫലമായി എന്ത് ചെയ്യും, നമ്മൾ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. അതുപോലെ തന്നെ റേഡിയേറ്റർ ലീക്കിങ്, റേഡിയേറ്ററിൻ്റെ ലോവർ ടാങ്ക് ലീക്കാവും, പിന്നെ കോഴ്സൊക്കെ ലീക്കാവലുണ്ട്. നമുക്ക് സാധാരണ കണ്ടുവരുന്ന കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡൗട്ടില്ല. ഈ റോങ് ഇഞ്ചക്ഷൻ ടൈമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തില്ല, കംപ്ലീറ്റ് കമ്പസ്റ്റൻ കിട്ടത്തില്ല. കംപ്ലീറ്റ് കമ്പസ്റ്റൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആകും. അതാണ് ഡൗട്ട് വരാൻ ഫസ്റ്റ് കാരണം കേട്ടോ. അപ്പോൾ ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടാമത്തെ, ഡിഫക്റ്റീവ് ഇഞ്ചക്ടർ അല്ലേ, നല്ല സ്പ്രേ പാറ്റേൺ, നല്ല പക്ക സ്പ്രേ പാറ്റേൺ ആയാൽ മാത്രമേ നമ്മൾ എഞ്ചിന് കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഡിഫക്റ്റീവ് ആണെങ്കിൽ ഒരിക്കലും പൂർണ്ണമായിട്ടും കത്തത്തില്ല, അങ്ങനെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാലും ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ഇതിൽ ഡൗട്ടുള്ള ഈ 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ലോ പവർ ജനറേഷനാണ്. ഇതിൻ്റെ കാരണങ്ങളാണ്. അതിലൊന്നാമത്തെ ഡിഫക്റ്റീവ് ഫീഡ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ടാങ്ക് ഉണ്ടാവും, ഡീസലാണെങ്കിൽ ഡീസൽ ടാങ്ക് ഉണ്ടാവും അല്ലേ, എണ്ണ ടാങ്ക് ഉണ്ടാവും. ആ എണ്ണ ടാങ്കിൽ നിന്നും ഇഞ്ചക്ടറിലേക്ക് അല്ലെങ്കിൽ കാർബറേറ്ററിലേക്ക് നമ്മൾ എണ്ണനെ എത്തിക്കാൻ വേണ്ടിയിട്ട്, കാരണം വലിയ ലോറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പിന്നിലൊക്കെ ആയിരിക്കും എണ്ണ ടാങ്ക്. അപ്പോൾ ഇഞ്ചക്ടർ എഞ്ചിരിക്കുന്നത് മുന്നിലായിരിക്കും. അപ്പോൾ ആ പിന്നിലെ എണ്ണ ടാങ്കിൽ നിന്നും മുന്നിലേക്ക് എന്ത് ചെയ്യണം, എണ്ണ പമ്പ് ചെയ്യണം. അതിനുപയോഗിക്കുന്ന പമ്പാണ് ഇത്, ഫീഡ് പമ്പ്. ഓക്കെ ആണോ. അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എണ്ണ പക്ക ഡീസൻ്റായിട്ട് ഒരിക്കലും നമ്മളെ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിലേക്ക് എത്തത്തില്ല. അങ്ങനെ എന്താവും, ലോ പവർ ജനറേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലീക്കേജോ ബ്ലോക്കേജോ ഫ്യൂൽ പൈപ്പ്, നമ്മൾ അൾട്ടോൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മളെ എലി പോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പൈപ്പ്, റബ്ബറിൻ്റെ പൈപ്പ് കടിച്ച് മുറിക്കാറുണ്ട്. അതുപോലെ തന്നെ എണ്ണ ടാങ്കിന് ഓട്ടം ഉണ്ടാവാറുണ്ട്. പിന്നെ എണ്ണ ടാങ്കിൻ്റെ അടപ്പെല്ലാം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, എണ്ണ സപ്ലൈ എന്ത് ചെയ്യും, കുറയും. ഇനി ക്ലോഗ്ഡ് ഫ്യൂൽ ഫിൽറ്റർ ക്ലോഗ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഫ്യൂൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ അല്ലേ. അതിൽ ഫ്യൂൽ ഫിൽറ്ററിൽ നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡബിൾ സ്റ്റേജ് ഫിൽറ്ററാണ്. അതിൽ ഫസ്റ്റ് ഹെവി പാർട്ടിക്കിളിന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, സെക്കൻഡ് നമ്മൾ ഒന്നും കൂടി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഈ ഫിൽറ്റർ ഡീസലിലൊക്കെ അത്യാവശ്യം നല്ല ചളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫിൽറ്റർ അടഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഫിൽറ്റർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ കറക്റ്റ് അളവിൽ കിട്ടത്തില്ല. അതെന്ത് ചെയ്യും, എഞ്ചിൻ്റെ പവർ ലോസ് ആവാൻ വേണ്ടി കാരണമാവും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് മറന്നു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് വരും, അത് നിങ്ങൾ നോക്കി വെക്കുക. അതിലൊന്നാമത്തെ, ക്ലോഗ്ഡ് എയർ ക്ലീനർ ക്ലോഗ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ടും വരില്ല അല്ലേ. എന്തായാലും എന്ത് ചെയ്യും, സപ്ലൈയർ എന്ത് ചെയ്യും, എയർ സപ്ലൈ എന്ത് ചെയ്യും, നമ്മൾ എഞ്ചിനിലേക്ക് എയർ കിട്ടാതെ വരും. അപ്പോൾ എന്തായാലും നമ്മളെ ഉള്ളിലെ ചാർജ് ഒരിക്കലും പൂർണ്ണമായിട്ട് കത്തത്തില്ല. കാരണം കത്തണം എന്നുണ്ടെങ്കിൽ ഓക്സിജനും വേണം, ഓക്സിജൻ നമുക്ക് കിട്ടാതെ വരും എപ്പോൾ എയർ ഫിൽറ്റർ അല്ലെങ്കിൽ എയർ ക്ലീനർ അടഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്ത് ചെയ്യും, എഞ്ചിൻ്റെ പവർ നഷ്ടത്തിന് കാരണമാകും. രണ്ടാമത്, ഇതും നമ്മൾ നോക്കി വെക്കുക കേട്ടോ, റോങ് ഇഞ്ചക്ഷൻ ടൈമിങ്. അത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് സ്പ്രേ പാറ്റേണിൽ
ഡീസലോ അല്ലെങ്കിൽ MPFI ആണെങ്കിൽ പെട്രോളോ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പക്ക ഡീസൻ്റായിട്ട് മുഴുവനായിട്ട് കത്തത്തുള്ളൂ. മുഴുവനായിട്ട് കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മൈലേജ് ഷോർട്ടാവും. അപ്പോൾ റോങ് ഇഞ്ചക്ഷൻ ടൈം കറക്റ്റ് ടൈമിൽ വേണം. ഇനി റോങ് ടാപ്പറ്റ് ക്ലിയറൻസ്, ഇതാണ് ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഡൗട്ട് വരാൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കള്ളി ഇതാണ്. ഈ ഒരു ടോപ്പിക് പഠിച്ചു നോക്കട്ടെ. റോങ് ടാപ്പറ്റ് ക്ലിയറൻസ് അല്ലേ, നമ്മളെ വാൽവ് പക്ക ഡീസൻ്റായിട്ട് ഓപ്പൺ ആവും ക്ലോസ് ആവും വേണം. അതിനെ സ്വീകരിക്കുന്ന ആളാണ് ആര്, ടാപ്പറ്റ് പുഷ് റോഡ്. നമ്മളെ ക്യാം എന്ത് ചെയ്യും, നമ്മളെ ടാപ്പറ്റുമ്പോൾ തട്ടും. ടാപ്പറ്റ് പഴയ എഞ്ചിനാണെങ്കിൽ പുഷ് റോഡുമ്പോൾ തട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ എഞ്ചിനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ വാൽവിൻ്റെ അവിടെ വാൽവ് സ്റ്റെമ്മുമ്പോൾ തട്ടും അല്ലേ. ആ രണ്ട് അറേഞ്ച്മെൻറ്റ്, ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം, സൈഡ് വാൽവ് മെക്കാനിസം, പിന്നെ ഡബിൾ ഓവർ ഹെഡ് വാൽവ് മെക്കാനിസം എല്ലാം നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. ചിത്രം മാത്രം നോക്കിയാൽ മതി, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടാപ്പറ്റ് ക്ലിയറൻസ് ഡീസൻ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കറക്റ്റ് ടൈമിൽ വാൽവിൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല, അങ്ങനെ എണ്ണ മുഴുവനായിട്ട് കത്തത്തില്ല. ഇനി അടുത്തത് ഡിഫക്റ്റീവ് ഇഞ്ചക്ടർ. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകത്തില്ല അല്ലേ. കറക്റ്റ് സ്പ്രേ പാറ്റേൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല ഇഞ്ചക്ടർ അടിപൊളിയായിരിക്കണം. ഡിഫക്റ്റീവ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ഇല്ലേ, ഇഞ്ചക്ടറിലേക്ക് ഡീസലിനെ പമ്പ് ചെയ്യുന്ന പമ്പാണ് ഇത്, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. അത് കേടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ല ഹൈ പ്രഷറിൽ എന്ത് ചെയ്യില്ല, സ്പ്രേ പാറ്റേൺ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിൽ ഡൗട്ടുള്ളത് എന്ത് ചെയ്യുക, ഈ റോങ് ടാപ്പറ്റ് ക്ലിയറൻസ് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവലിന് കാരണമാകും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ക്ലോഗ്ഡ് എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ്. ഇത് നിങ്ങൾക്ക് നല്ല ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. സോറി, ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ് ക്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പുക പുറത്തോട്ട് പോകത്തില്ല. കാരണം നമ്മൾ സൈലൻസർ അടഞ്ഞു കഴിഞ്ഞു. സൈലൻസർ അല്ല കേട്ടോ, എക്സ്ഹോസ്റ്റ് മാനിഫോൾഡ് അത് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പകുതി കത്തിയ വാതകം എന്ത് ചെയ്യും, നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിൽക്കും. സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ വരക്കാം. സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ എക്സോസ്റ്റ് പൈപ്പിൻ്റെ ഇവിടെ ഈ ബെൻഡ് എന്ത് ചെയ്തു, നല്ല വളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ എക്സോസ്റ്റ് വാൽവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ അടഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങോട്ട് പോകാൻ വഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സോസ്റ്റ് കുറച്ച് കത്തിയ വാതകങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിൽക്കും. പിന്നെ ഫ്രഷ് ചാർജ് വരുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വോളിയം കുറയും. മാത്രമല്ല ഇവിടെ കത്തി തീർന്ന വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഫയർ എക്സ്റ്റിങ്വിഷറാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റിനെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കമ്പസ്റ്റിനെ തടയും. അപ്പോൾ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റിനാവും, അതുവഴി എന്ത് ചെയ്യും, എഞ്ചിൻ്റെ പവർ ലൂസാവും. എക്സ്ഹോസ്റ്റ് ഗ്യാസസ് നോട്ട് ഗോയിങ് ഔട്ട് ഓഫ് സിലിണ്ടർ കംപ്ലീറ്റ്ലി. അത് കാരണം എന്ത് ചെയ്യും, എണ്ണ നല്ലോണം കത്താതെ വരും. ഇനി അടുത്തത് വാൽവ് ലീക്കേജ്. ഇത് പിന്നെ സിമ്പിളാണല്ലേ. വാൽവ് ലീക്കേജ് ആകുമ്പോൾ ഒരുപാടാകുമ്പോൾ നമ്മൾ വാൽവ് തേയൂല്ലേ, വാൽവ് സീറ്റ് തേയും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വാൽവ് ലീക്കേജ് എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കംപ്രഷൻ ലോസ് ആവും. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യും, പിസ്റ്റൺ അടിയിൽ നിന്ന് ഇങ്ങനെ കംപ്രസ് ചെയ്ത് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, മുകളിൽ നിന്ന് കുറേ ലോസായി പോകും. അപ്പോഴും പവർ ജനറേഷൻ നഷ്ടപ്പെടും. ഇനി അടുത്തത് വേൺ ഔട്ട് പിസ്റ്റൺ റിങ് ഓർ ലൈനേഴ്സ്. പിസ്റ്റൺ റിങ്, ഇപ്പോൾ ഇവിടെ പിസ്റ്റൺ എഴുതിക്കോളൂ, ഇവിടെ പിസ്റ്റൺ. ഈ സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെ ഇടയിൽ റിങ്സ് ഉണ്ടാവില്ലേ, അവർ തേയ്മാനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബ്ലോ ബൈ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കമ്പസ്റ്റൻ എന്ത് ചെയ്യും, ഇതിലൂടെ ക്രാങ്ക് കേസിലേക്ക് ലീക്കാവും. മറ്റേത് വാൽവ് ലീക്കേജ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പുറത്തോട്ടാണ് ലീക്ക് ആവുക. നമ്മളെ പിസ്റ്റണോ അല്ലെങ്കിൽ ലൈനേഴ്സൊക്കെ ലീക്കായി തേനേന് എന്താ ചെയ്യുക, ക്രാങ്ക് കേസിലേക്കാണ് ഇതാവുക. നിങ്ങൾ ഡൗട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ കേട്ടോ. ഇത് പഠിക്കുക, അതുപോലെ തന്നെ ഇത് പഠിക്കുക, പിന്നെ വാൽവ് ലീക്കേജ് ഇതും പഠിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളത് ടാപ്പറ്റും അതുപോലെ തന്നെ ഇതും എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ കേസ് മാത്രം പഠിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സസീവ് ഓയിൽ കൺസപ്ഷൻ ആണ്. എക്സസീവ് ഓയിൽ കൺസപ്ഷൻ, നമ്മൾ ഓയിലിന് ഒരുപാട് ധർമ്മങ്ങളുണ്ടല്ലേ. ഒന്ന് ലൂബ്രിക്കേഷൻ ഫ്രിക്ഷനൊക്കെ കുറക്കുക. രണ്ടാമത് എന്ത് ചെയ്യും, നമ്മളെ പിസ്റ്റൻ്റെ റിങ്ങിൻ്റെയും ആ ലൈനറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഒരു ഫിലിമായിട്ടൊക്കെ ആക്ട് ചെയ്തിട്ട് കംപ്രഷൻ പക്ക ഡീസൻ്റായി കംപ്രഷൻ ലോസൊന്നും ഇല്ലാതെ നിർത്തുന്നത് ആരാണ്, ഈ ഓയിലൊക്കെയാണ്. അപ്പോൾ ഈ ഓയിൽ ലീക്ക്, എക്സസീവ് ഓയിൽ കൺസപ്ഷൻ, ലീക്കല്ല കേട്ടോ, എക്സസീവ് ഓയിൽ കൺസപ്ഷന്, ഈ നമ്മളിപ്പോൾ 1 ലിറ്റർ ഓയിൽ ഒരു ദിവസം ഒഴിച്ചു, ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ഓയിലൊന്നും കാണാനില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്, എക്സസീവ് ഓയിൽ കൺസപ്ഷൻ. ഇതിൽ നമുക്ക് കുറച്ച് കാരണങ്ങൾ നോക്കാം.
വളരെ ഡൗട്ടുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് സിമ്പിളാണ്, എക്സ്റ്റേണൽ ലീക്കേജ് ഓഫ് ഓയിൽ. എൻ്റെ ഗ്യാസ്കറ്റ് തേഞ്ഞു, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ തേഞ്ഞ് വന്നു എന്ന് എഴുതിക്കോ. അപ്പോൾ നമുക്കറിയാമല്ലേ ഓയിലിങ്ങനെ ഒറ്റണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണൂലേ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രെയിൻ പ്ലഗിൻ്റെ അവിടെ അതിൻ്റെ വാഷർ ലൂസായി, അല്ലെങ്കിൽ ഡ്രെയിൻ പ്ലഗിൻ്റെ ത്രെഡ് പോയി, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഓയിൽ ലീക്കാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതൊക്കെ എന്ത് വിളിക്കാം, എക്സ്റ്റേണൽ ലീക്കേജ് ഓഫ് ഓയിൽ എന്ന് വിളിക്കാം. അതെന്ത് ചെയ്യും, ഓയിൽ ഒഴിച്ചാൽ അവിടെ കാണുമോ, ഇല്ല, എക്സസീവ് ഓയിൽ കൺസപ്ഷന് കാരണമാവും. അപ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷേ ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ ഹൈ ഓയിൽ ലെവൽ, ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത്. ഹൈ ഓയിൽ ലെവൽ, ഓയിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓയിൽ കൺസെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഡൗട്ട് നമുക്ക് വരും. പക്ഷേ ഓയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഓയിൽ എന്ത് ചെയ്യും, നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യും, സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇയാൾ എന്ത് ചെയ്യും, കത്താൻ കാരണമാവും. കത്തിയിട്ട് പുകയുടെ കളറൊക്കെ മാറും, എക്സോസിൻ്റെ കളറെല്ലാം മാറും. കാരണം ഈ ഓയിൽ കത്തണ ആൾ തന്നെയാണ്. ഓയിൽ കത്തിയിട്ട് എന്ത് ചെയ്യും, ലോസ് ആവും. അപ്പോൾ എക്സസീവ് ഓയിലിന് കാരണമാവും. അപ്പോൾ എക്സസീവ് ഓയിൽ ലെവലും എക്സസീവ് ഓയിൽ കൺസംപ്ഷന് കാരണമാവും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയി എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് വേൺ ഔട്ട് ഇൻടേക്ക് വാൽവ് ഗേഡ്സ് ആൻഡ് വാൽവ് സ്റ്റെം. ഈ വാൽവിൻ്റെ സ്റ്റെമ്മിൻ്റെയും വാൽവ് ഗേഡിൻ്റെ ഇടയിൽ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഓയിൽ കൊടുക്കും അല്ലേ. ഇവന്മാർ വല്ലാണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ തേഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഞാൻ വരക്കാം കേട്ടോ, വരക്കാം. അത് നമുക്ക് എന്തുണ്ട്, ഇവിടെ വാൽവ് സ്റ്റെമ്മുണ്ട്, തൊട്ടടുത്ത് എന്തുണ്ട്, വാൽവ് ഗേഡുണ്ട്. ഇവന്മാരുടെ ഇടയിൽ ചെറിയൊരു ഫിലിമായിട്ടാണ് എന്ത് ചെയ്യുക, ഓയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം തേഞ്ഞിക്കൂടെ എന്ത് ചെയ്യും, ഈ വാൽവ് സ്റ്റെമ്മിൻ്റെയും ഈ ഗേഡിൻ്റെ ഇടയിൽ കൂടെ എങ്ങോട്ടാണ് പോവുക, സിലിണ്ടർ ഉള്ളിലെത്തിയിട്ട് കത്തൂലേ. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്യും, എക്സസീവ് ഓയിൽ കൺസംപ്ഷന് കാരണമാകും. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. ബേൺ ഔട്ട്, അതായത് ഇത് ഇൻലെറ്റ് വാൽവ് ആട്ടോ, ഇൻടേക്ക് വാൽവ് ആണേ. ഇനി സപ്പോസ് ഇത് എക്സോസ്റ്റ് വാൽവ് ആണ് എഴുതിക്കോ. എക്സോസ്റ്റ് വാൽവ് ആണെങ്കിൽ സിലിണ്ടർ ഉള്ളിലേക്ക് ഓയിൽ പോകില്ലല്ലോ. കാരണം എക്സോസ്റ്റ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, എക്സോസ്റ്റ് നടക്കുമ്പോൾ പിസ്റ്റൻ മുകളിലേക്കാണ് പോവുക അല്ലേ, അപ്വേർഡാണ് വരിക. പിസ്റ്റൻ അപ്വേർഡ് വരുമ്പോൾ ഇവിടെ കത്തി തീർന്ന വാതകം ഉണ്ടാവും. അപ്പോൾ വാൽവ് സ്റ്റെമ്മിൻ്റെ ഇടയിൽ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓയിൽ ഇറങ്ങും. പക്ഷേ ഈ പുകയോട് കൂടി എക്സോസ്റ്റിൻ്റെ കൂടെ അങ്ങോട്ടാണ് പോവുക, എക്സോസ്റ്റ് മാനിഫോൾഡിലേക്കാണ് പോവുക, അന്തരീക്ഷത്തേക്കാണ് പോവുക. ഓക്കെ ആണോ? അപ്പോൾ ഇൻലെറ്റ് വാൽവ്, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കാം കേട്ടോ. ഇൻടേക്ക് വാൽവ് ഗൈഡും വാൽവ് സ്റ്റെമ്മും തേഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ റീച്ച് കമ്പസ്റ്റൻ ചാമ്പർ, കാരണം ഓയിൽ കയറി കത്തും. പക്ഷേ എക്സ്ഹോസ്റ്റ് വാൽവ് ലീക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓയിൽ കത്തല്ല ചെയ്യുക, പുകയോട് കൂടി നഷ്ടപ്പെടുക ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റ്, ബേൺ ഔട്ട് പിസ്റ്റൺ റിംഗ് ആൻഡ് സിലിണ്ടർ ബോർ. വരച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ എന്നാണെങ്കിലും ലാപ്പിലാണ് ഉപയോഗിക്കൽ, ഇപ്പോൾ മൊബൈലിലാണെന്ന് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മളെ പിസ്റ്റൺ ഉണ്ടല്ലേ, പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെ ലൈനിൻ്റെ ഇടയിൽ ആരൊക്കെ ഉണ്ടാവും, നമ്മുടെ കംപ്രഷൻ റിങ്, ഓയിൽ റിംഗ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഒന്ന് രണ്ടും കംപ്രഷൻ റിങ് ഉണ്ടാവും. അപ്പോൾ ഈ റിങ്ങുകൾ തേഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യും, ഓയിൽ എന്ത് ചെയ്യും, അടിയിലേക്ക് പോവും. ഓക്കെ ആണോ? അതുപോലെ തന്നെ കയറി കത്താനെല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. കയറി കത്തുക ചെയ്യുക, അടിയിലേക്ക് പോവുകയല്ലേ ചെയ്യുക, കയറി കത്തുകയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക കേട്ടോ. ഇനി അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. വേൺ ഔട്ട് പിസ്റ്റൺ റിങ് ആൻഡ് സിലിണ്ടർ ബോർ വേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ എക്സസീവ് ക്ലിയറൻസ് ആവും, ഓയിൽ എന്ത് ചെയ്യും, കമ്പസ്റ്റൻ ചാമ്പറിലെത്തും, കയറി കത്താൻ ചാൻസ് ഉണ്ട്. അതെ, ഓയിൽ റീച്ചിങ് കമ്പസ്റ്റൻ ചാമ്പർ ഇതാ ഇവിടെ ഉണ്ടല്ലോ. ഇനി എൻജിൻ ഓയിൽ വിസ്കോസിറ്റി ടു ലോ. ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകാൻ ഉള്ള കഴിവിനെ എതിർക്കാനുള്ള കഴിവാണ്. ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതിനെ ഒഴുകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനുള്ള കഴിവാണ് ആര്, വിസ്കോസിറ്റി. അപ്പോൾ ഈ തടഞ്ഞു നിർത്താനുള്ള കഴിവ് വളരെ കമ്മിയാണെങ്കിൽ എന്ത് ചെയ്യും, ഇയാൾ പെട്ടെന്ന് ഒഴുകി പോകില്ലേ. പെട്ടെന്ന് ഒഴുകി പോവുകയാണെങ്കിൽ എഴുതിക്കും. അപ്പോൾ ഈ വാൽവിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് ഒഴുകി പോകുകയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് സിലിണ്ടർ ഉള്ളിലേക്ക് എത്തും. വേണം, കാരണം അത്യാവശ്യം കട്ടി വേണം. കട്ടി എന്ന് പറഞ്ഞാൽ ഒഴുകിനെ എതിർക്കാനുള്ള കഴിവ്. കട്ടി എന്ന് അങ്ങനെ മനസ്സിലാക്കി വെക്കരുത്. വിസ്കോസിറ്റി പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഓക്കെയാണ്, അബിലിറ്റി ടു റെസിസ്റ്റ് ഫ്ലോ, അതാണ്. അപ്പോൾ ഇതും ഇതിന് കാരണം. അപ്പോൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇതും പഠിച്ചു വെക്കുക നിങ്ങൾ, ഈ ഒരു പോയിൻറ്റും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ബേൺ ഔട്ട് എക്സോസ്റ്റ് വാൽവ് ഗേഡ്സ് ആൻഡ് നമ്മളിത് പറഞ്ഞില്ലേ, ഇവിടെ പോയിന്റ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻലെറ്റ് വാൽവിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് എന്താ തേഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഓയിൽ റീച്ചിങ്, അതായത് പുക വരികയല്ലേ, പുകയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അന്തരീക്ഷത്തേക്ക് പോവുക ചെയ്യുക. ഇതെല്ലാം എക്സസീവ് ഓയിലിന് കാരണമാകും. അപ്പോൾ ഡൗട്ടുള്ള കേസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അടുത്ത ലോ ഓയിൽ പ്രഷർ ആണെന്നുണ്ടെങ്കിൽ
ലോ ഓയിൽ പ്രഷറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഓയിൽ പ്രഷറിന് കാരണമാകുന്ന കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് എന്തുണ്ട്, ഒരു വരയുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, അത് പക്ക ഡീസൻ്റായി വരച്ച് വെക്കുക. ഓയിൽ പമ്പ് സ്ട്രെയിനർ ബ്ലോക്കഡ്. ഓയിൽ പമ്പ് സ്ട്രെയിനറും ഫിൽറ്ററും ഉണ്ട് അല്ലേ. പ്രൈമറി ഫിൽറ്ററിൻ്റെ പറയുന്ന പേരാണെന്ത്, സ്ട്രെയിനർ. ഒരു മെറ്റാലിക് സ്ട്രെയിനർ ഉണ്ടാവും അല്ലേ. നമ്മൾ പമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ലാബ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പമ്പ് ഊരി കണ്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ തൊട്ട് അറ്റത്ത് നിന്നുണ്ടാവും ഒരു സ്ട്രെയിനർ ഉണ്ടാവും. ഈ സ്ട്രെയിനർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിനർ ഉണ്ടാവും. ഇങ്ങനെ സ്ട്രെയിനർ ഉണ്ട്, ഇവിടെയാണ് എന്ത് വരിക, ഓയിൽ പമ്പ് വരിക. ഈ സ്ട്രെയിനർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓയിൽ എന്ത് ചെയ്യില്ല, പമ്പിലേക്ക് കയറത്തില്ല. പമ്പിലേക്ക് കയറിയാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പമ്പ് ചെയ്യാൻ ഓയിൽ കിട്ടുള്ളൂ. അപ്പോൾ പമ്പിലേക്ക് കയറുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓയിലിൻ്റെ പ്രഷർ വളരെ വീക്കാണ്. ഇനി രണ്ടാമത്തെ കേസ്, ഫസ്റ്റ് കേസ് ഒന്നുകൂടി പറയാം. ഓയിൽ പമ്പ് സ്ട്രെയിനർ ബ്ലോക്ക് ചെയ്ത് എന്ത് ചെയ്യും, പമ്പ് ഡെലിവേഴ്സ് ലെസ് ഓയിൽ. പമ്പിലേക്ക് ഓയിൽ എത്തത്തില്ല. അപ്പോൾ എഞ്ചിൻ ഓയിൽ പ്രഷർ ലോ ആവും. കാരണം പ്രഷറൈസ് ചെയ്യുന്ന ആരാണ്, ഓയിൽ പമ്പാണ്. രണ്ടാമത് വേൺ ഔട്ട് ഓർ ഡാമേജ്ഡ് ഗിയേഴ്സ് ഓഫ് ഓയിൽ പമ്പ്. അപ്പോൾ നമുക്ക് ഓയിൽ പമ്പ് 2-3 ടൈപ്പ് ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഗിയർ പമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പല്ലുകൾ തേഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കുക. പല്ലുകൾ തേഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്ക്ലാഷ് കൂടുതലാവും. അല്ലെങ്കിൽ എക്സസ് ക്ലിയറൻസ് ബിറ്റ്വീൻ ഗിയറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ക്ലിയറൻസ് കൂടും. ഈ 2 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക കേട്ടോ. ഈ 2 പോയിൻ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. പമ്പ് ഡെലിവേഴ്സ്, അത് കാരണം എന്ത് ചെയ്യും, പമ്പ് ഡെലിവർ ലെസ് ഓയിൽ. ഇനി മൂന്നാമത്തെ, അപ്പോൾ ഇതും പഠിക്കേണ്ട നിങ്ങൾ. ഈ 2 കള്ളി ഗിയറിൻ്റെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 2 പോസിബിൾ കോസസ് ഉണ്ടാവും. ഒന്ന് ബാക്ക്ലാഷും ഒന്ന് ക്ലിയറൻസും കൂടും. നമ്മൾ മെയിനായിട്ട് ഇത് മാത്രം നമ്മൾ പഠിക്കുള്ളൂ. എക്സസീവ് ക്ലിയറൻസ് ബിറ്റ്വീൻ ഗിയേഴ്സ് മാത്രം നമ്മൾ പഠിക്കുള്ളൂ. പക്ഷേ ബാക്ക്ലാഷിൻ്റെ കേസും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു വെക്കുക. 2 ഗിയറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, നല്ല ബാക്ക്ലാഷ് വരും. ഇനി അടുത്തത് ലൂസ് ഓർ കാക്ക്ഡ് ഓർ ബ്ലോക്ക്ഡ് സ്ട്രെയിനർ പൈപ്പ്. ഈ പമ്പിലേക്ക് പിടിപ്പിക്കുന്ന ഈ സ്ട്രെയിനറിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, അത് ലൂസായി അല്ലെങ്കിൽ പൊട്ടി അല്ലെങ്കിൽ ബ്ലോക്കായി, എന്തായാലും എന്താ ഉണ്ടാവുക, എയർ എന്ത് ചെയ്യും, എയർ എൻറ്റേഴ്സ് ഇൻ ഓയിൽ പമ്പ് ആൻഡ് ലെസ് ഓയിൽ സക്ക്ഡ് ബൈ പമ്പ്. ഇനിയിപ്പോൾ ലൂസായിക്കാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പമ്പ് സക്ക് ചെയ്യണമൊക്കെ എന്താ ചെയ്യുക, ഒന്ന് ഫുള്ള് ഓയിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ എയർ കയറാൻ ചാൻസ് ഇല്ല. പക്ഷേ കുറച്ച് പൊന്തിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എയർ കയറാൻ ചാൻസ് ഉണ്ട്, ഓയിൽ ലെസ് പമ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഈ ഒരു കള്ളി നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. 2 ചാൻസ് ഉണ്ട്, അത് രണ്ടും പഠിച്ചു വെക്കുക. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. അതിനടുത്ത് ഡിഫക്റ്റീവ് ഓയിൽ പ്രഷർ ഗേജ്. നമ്മൾ ഓയിൽ പ്രഷർ ഗേജ് ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ പ്രഷർ എങ്ങനെയാണ് ലോ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ പ്രഷർ ഗേജിൻ്റെ ചിത്രം നമ്മളുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി റേഞ്ചിൻ്റെ വിഷയമുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ചിത്രം നോക്കി നോക്കുക നിങ്ങൾ, കണ്ടോ, നമ്മൾ ഓയിലിൻ്റെ എത്രത്തോളം പ്രഷർ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓയിൽ പ്രഷർ ഗേജ്. അത് ഡിഫക്റ്റീവായി നമുക്ക് എന്താ കാണിക്കുക, ലോ പ്രഷറാണ് കാണിക്കുക. ഓക്കെ ആണോ? റേഞ്ചിൻ്റെ നല്ല വിഷയമുണ്ട്. ആ ഡയഗ്രാം കിട്ടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഞാനിപ്പോൾ 1 മിനിറ്റോളം വീഡിയോ പൗസ് ചെയ്ത് നോക്കി. സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓയിൽ പ്രഷർ ഗേജ് ഡിഫക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഒരു ഫീലാവും, അയ്യോ പ്രഷർ ഗേജ് ഡിഫക്റ്റീവ് ആകുമ്പോൾ എങ്ങനെ ഓയിൽ പ്രഷർ കമ്മിയാവുമെന്ന് നമുക്ക് തോന്നും. ഇനി അടുത്തത് ഡിഫക്റ്റീവ് ഓയിൽ പ്രഷർ റിലീഫ് വാൽവ്. ഓയിൽ പ്രഷർ റിലീഫ് വാൽവ് അത്യാവശ്യം നമ്മൾ വരയ്ക്കുക തന്നെ വേണം. അതിപ്പോൾ ഇങ്ങനെ ഒരു ഓയിൽ പമ്പ് ഉണ്ട് എഴുതിക്കോളൂ. ഇങ്ങനെ ഒരു ഓയിൽ പമ്പ് ഉണ്ട്. അതിൻ്റെ ഇൻലെറ്റ് എന്തുണ്ട്, ഇൻലെറ്റ് ഇവിടെ ഉണ്ട്, എക്സോസ്റ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് ഇത് ഓയിൽ പമ്പ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് എന്ത് ചെയ്തു, ഒരു ബൈപ്പാസ് കണക്ഷൻ എടുത്തു. എന്നിട്ട് നേരെ ഇങ്ങനെ ഇൻലെറ്റിലേക്ക് കൊണ്ടുപോയി വെച്ചു. ഇവിടെ ഞാനൊരു ബോൾ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പ്രിങ്ങും കൊടുത്തു. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുന്ന് ഓയിൽ ഇങ്ങോട്ടും പോകില്ലേ. നല്ല പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബാളിന് എന്ത് ചെയ്യും, ഈ ഓയിലിൻ്റെ പ്രഷർ കാരണം മുകളിലേക്ക് തള്ളുമ്പോൾ ഓയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ബൈപ്പാസ്സായിട്ട് നേരെ ഒന്നുകിൽ ഇൻലെറ്റിലേക്കോ അല്ലെങ്കിൽ സമ്പിലേക്കോ വീഴും. അപ്പോൾ നമ്മളെ ഓയിലിൻ്റെ ഗാലറി ഒന്നും വല്ലാണ്ട് പ്രഷറൈസ് ആകത്തില്ല.
പക്ഷേ ഈ സ്പ്രിങ്ങിൻ്റെ ലൂസ് ടൈറ്റ്നെസ് ആ ആക്ഷനിൽ പോയി എഴുതിക്കോ. അപ്പോൾ ചെറിയൊരു പ്രഷറാണെങ്കിൽ കൂടി എന്ത് ചെയ്യും, ഈ ബാൾ പോയിട്ട് എന്ത് ചെയ്യും, സ്പ്രിങ്ങിനെ തള്ളൂല്ലേ. ചെറിയ പ്രഷറാണെങ്കിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ബാളിന് തള്ളും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഇത്. അറിയുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് തോന്നും. ബാക്കി വേണമെങ്കിൽ എന്താണ് എന്ത് ചെയ്യുക, ഇതുപോലെ ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അടുത്തത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തത് ബേൺ ഔട്ട് ബിയറിംഗ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ക്യാം ഷാഫ്റ്റ്. അതെ, അവിടെ നമ്മൾ ഓയിൽ നിൽക്കണമല്ലേ, അത് നല്ലോണം തേഞ്ഞിക്കൊണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സസീവ് ഡിസ്ചാർജ് ഓഫ് ഓയിൽ ത്രൂ ബിയറിങ്ങിലൂടെ എന്ത് ചെയ്യും, സാധനം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏതൊക്കെ ബിയറിംഗ് ആണ്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്യാം ഷാഫ്റ്റിനും, കാരണം അതൊക്കെ എഞ്ചിൻ്റെ ബ്ലോക്കിൻ്റെ അടുത്താണ് വരിക. അപ്പോൾ എന്ത് ചെയ്യും, പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് എന്തിന് കാരണമാകും, ഇവിടെ നിന്ന് വരണ്ട് കേട്ടോ. ഇനി ലോ വിസ്കോസിറ്റി ഓഫ് ഓയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വിസ്കോസിറ്റി ഓയിൽ എന്ത് ചെയ്യും, ഒഴുകണതിനെ തടഞ്ഞു നിർത്താൻ ഇയാൾക്ക് കഴിവില്ല. അപ്പോൾ എന്ത് ചെയ്യും, എവിടെയും ഓയിൽ തങ്ങി നിൽക്കത്തില്ല, ഓയിൽ പെട്ടെന്ന് മിസ്സായിക്കൊണ്ടിരിക്കും. ഇനി അപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, സ്ഥലം പോയി കത്തും. ഡാമേജ്ഡ് ഗ്യാസ്കറ്റ് ഓർ ഓയിൽ സീറ്റ്. ഗ്യാസ്കറ്റും ഓയിൽ സീറ്റൊക്കെ ഇതായിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നത്തേൽ പഠിച്ചൂല്ലേ, ലീക്കേജ് ഓഫ് ഓയിൽ ലെവലിലോ. നമ്മളിത് ഈ ലീക്കേജ് ഓഫ് ഓയിലിൻ്റെ കാരണമല്ലേ നമ്മൾ തൊട്ട് മുന്നേ നോക്കിയത് അല്ലേ. നോക്കി നോക്കൂ, എക്സസീവ് ഓയിൽ കൺസംഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, ബേൺ ഔട്ട് എക്സോസ്റ്റ് വാൽവിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒക്കെ ഇൻലെറ്റിൻ്റെയും എക്സോസ്റ്റിൻ്റെയും കേസ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി അടുത്താണ് എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്. എൻജിൻ സ്റ്റാർട്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ കേട്ടോ. അത് നോക്കി നോക്കാം എന്തൊക്കെയാണ്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ അല്ലേ, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ എന്ത് ചെയ്യും, എൻജിൻ സ്റ്റാർട്ട് ആകത്തില്ല. നോ സക്ഷൻ ഓഫ് ഫ്യൂവൽ ഫ്രം ടാങ്ക്, അതെ എണ്ണ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. നോ ഡെലിവറി ഓഫ്, അതായത് ഇഞ്ചക്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ആകത്തില്ല. അതിൽ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, വാൽവ് ലീക്കേജ്. നമ്മൾ 2-3 വട്ടമായി വാൽവ് ലീക്കേജിനെ പറ്റി പറയുന്നു അല്ലേ. എന്ത് ചെയ്യും, നമ്മുടെ കംപ്രഷൻ ഒന്നും പക്ക ഡീസൻ്റായി നടക്കില്ല, വീക്ക് കംപ്രഷൻ ആയിരിക്കും. കാരണം ഗ്യാസൊക്കെ എന്ത് ചെയ്യും, ഈ ലീക്കേജിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, മിസ്സായി പോകും. അപ്പോൾ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവലിന് കാരണമാകും എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്. ഇനി അടുത്ത് ബേൺ ഔട്ട് റിംഗ് ഓർ ലൈനർ. ഇതും എന്തായിരിക്കും, നമ്മുടെ ക്രാങ്കേസിലേക്ക് സാധനങ്ങൾ ലീക്കാവും, കംപ്രഷൻ ഗ്യാസ് ലീക്കാവും. എന്ത് ചെയ്യും, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ആവും, നേരെ എൻജിൻ ഡസ് നോട്ട് സ്റ്റാർട്ട്. ഇനി അടുത്തത് റോങ് വാൽവ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ടൈമിങ്. ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇഞ്ചക്ഷൻ ടൈമിങ്, ഇപ്പോൾ സക്ഷൻ നടക്കേണ്ടടുത്ത് സക്ഷൻ നടക്കുന്നില്ല, ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മുടെ ടൈമൊക്കെ ആകെ തെറ്റൂലേ. അതേപോലെ കമ്പഷൻ നടക്കേണ്ടടുത്ത് കമ്പഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തു സക്ഷനിൽ കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്തു, അങ്ങനെ റോങ് ഇഞ്ചക്ഷൻ ടൈം ആണെങ്കിൽ എന്ത് ചെയ്യും, എൻജിൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ആവും, എൻജിൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഡിഫക്റ്റീവ് ഇഞ്ചക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആവും, എൻജിൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഇനി അടുത്ത ഡിഫക്റ്റീവ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്, FIPയുടെ കേസ് ഇവിടെ ഉണ്ട് കേട്ടോ. FIPയുടെ കേസും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇഞ്ചക്ട് ചെയ്യുന്നില്ല, നമ്മൾ തുള്ളിയായി ഒറ്റിച്ചു കൊടുത്താൽ ഡീസൽ കത്തൂല അല്ലേ. നമ്മളെന്ത് ചെയ്യണം, എയറും ഫ്യൂവലും പാടെ നല്ല മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കുന്നതായിട്ട് അടിക്കണം. അപ്പോൾ ഇഞ്ചക്ടർ ഡിഫക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, തുള്ളിയായിട്ട് ചാടുക. ഇനി ഫ്യൂവൽ ടാങ്ക് വെൻറ്റ് ഹോൾ ബ്ലോക്ക്ഡ് അല്ലേ. ഫ്യൂവൽ ടാങ്ക് വെൻറ്റ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിൽ കാണാം അല്ലേ, നമ്മൾ പെട്രോൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ആര് കൊടുക്കണം, അറ്റ്മോസ്ഫിയർ മർദ്ദം കൊടുക്കണം അല്ലേ. അന്തരീക്ഷത്തിൽ എയർ എന്ത് ചെയ്യണം, അങ്ങനെ തള്ളണം, തള്ളിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെട്രോൾ എന്ത് ചെയ്യുള്ളൂ, ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഡീസലാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, അങ്ങനെ പോവുള്ളൂ അല്ലേ. ആ വെൻറ്റ് ഹോൾ ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, നോ സക്ഷൻ ഓഫ് ഫ്യൂവൽ ഫ്രം ടാങ്ക് അല്ലേ. ഡീസലിന് തള്ളാൻ ഒരു എയർ അവിടെ ഇല്ല, കാരണം ആ വെൻറ്റ് ഹോൾ ബ്ലോക്കാണ്. അപ്പോൾ ഡീസൽ പിന്നെ ഡീസൽ പോവില്ല, അപ്പോൾ എൻജിൻ സ്റ്റാർട്ടാവില്ല. ഇനി വണ്ടിയല്ല കേട്ടോ, നമ്മളെ പമ്പ് ഓപ്പറേറ്ററിൻ്റെ കേസിൽ എൻജിനാണ്, ഒരിക്കലും വണ്ടി എന്ന് പറയരുത്. ഇനി അടുത്തത് ഫ്യൂവൽ സക്ഷൻ പൈപ്പ് ക്രാക്കഡ്, ബ്ലോക്കഡ്, ഡിഫക്റ്റീവ് ഫീഡ് എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. എലി കറണ്ടിൻ്റെ കേസ് പറഞ്ഞു, പിന്നെ പൈപ്പ് പൊട്ടുന്ന കേസ് പറഞ്ഞു. ഫ്യൂവൽ ഫീഡ് പമ്പ് അല്ലേ, ടാങ്കിൽ നിന്നും ഇഞ്ചക്ഷൻ പമ്പിലേക്ക് കൊടുക്കുന്ന ആളാണ് ഫ്യൂവൽ ഫീഡ് പമ്പ്. ഇയാളും കേടുന്നു തന്നെ നടക്കത്തില്ല. അതൊക്കെ സിമ്പിൾ പോയിൻ്റ് ആട്ടോ. സിമ്പിൾ അല്ലാത്ത പോയിന്റുകൾ ഞാൻ പറയും, അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതും ഫ്യൂവൽ ഫിൽറ്റർ, ഇതൊക്കെ സിമ്പിൾ പോയിൻ്റാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ, ഇത് പഠിച്ചു വെച്ചോളൂ. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സോസ്റ്റ് മാനിഫോൾഡ് അടഞ്ഞു കഴിഞ്ഞാലും എന്തില്ല, എൻജിൻ സ്റ്റാർട്ടാവത്തില്ല, നമുക്ക് ഡൗട്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവും, എക്സോസ്റ്റ് മാനിഫോൾഡ് അടയുമോ എന്നൊക്കെ നമ്മൾ ആ ടൈമിൽ എക്സാമിൻ്റെ ടൈമിൽ അങ്ങനെ ഈ ഒരു പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കുക. ഈ പറയുന്നത് ഞാനാണെങ്കിൽ കൂടി ആദ്യം ആലോചിക്കും, എൻ്റെ വണ്ടി ഇപ്പോൾ 10-20 കൊല്ലമായില്ലേ, ഇതുവരെ എക്സോസ്റ്റ് വാൽവ് അടഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എക്സോസ്റ്റ് മാനിഫോൾഡ് അടഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ വെറുതെ പറയുമായിരിക്കും, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കും. നമ്മളെന്ത് ചെയ്യും, നമ്മൾ മൈനസാക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു പോയിന്റ് മാത്രത്തിൽ ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം സിമ്പിളാണ്. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഈ ഒരു വെൻറ്റ് ഹോളിൻ്റെ കേസ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു വെൻറ്റ് ഹോൾ ഇതെന്തായാലും പഠിച്ചു വെക്കണം. ഇത് ഷോർട്ടായിട്ട് ഇനി 2-3 എണ്ണത്തിൽ കണ്ടുകൊണ്ട് എനിക്ക് നല്ല ഡൗട്ട് വരുന്നുണ്ട്. കാരണം ഈ ബുക്ക് നോക്കിയിട്ട് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യും, എന്തായാലും കൺഫേം ആണ് ഈ ഒരു ചോദ്യം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം കൺഫേം ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. കഴിഞ്ഞില്ല.
എൻജിൻ നോയ്സ് ലാസ്റ്റ് വന്നാൽ തോന്നും കേട്ടോ. എൻജിൻ നോയ്സ് എന്തിനാണ് എൻജിൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതലാണ് അല്ലേ? നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് വേണം നോക്കി നോക്കാം. എക്സസീവ് മെയിൻ ബിയറിംഗ് ക്ലിയറൻസ് ആകുമ്പോൾ ബിയറിംഗ് എന്ത് ചെയ്യും, അവിടെ നിൽക്കാതെ എന്ത് ചെയ്യും, ചാടി കളിക്കണ മാതിരിയിട്ടാണ് കറങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ സൗണ്ട് ഉണ്ടാവും, അപ്പോൾ എൻജിൻ നോയ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ് റണ്ണൗട്ട്, ആ ഒരു കേസിൽ എന്ത് ചെയ്യും, ബിയറിങ്ങിൻ്റെ 2-3 കേസ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇൻസഫിഷ്യൻറ്റ് ലൂബ്രിക്കേഷൻ, എൻജിൻ നോയ്സ് ഉണ്ടാവും. പിന്നെ വിയർ ആൻഡ് ടിയർ ഓഫ് പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ ബോർ, നമ്മൾ ഒവാലിറ്റി ടാപ്പർനെസ് എന്നൊക്കെ പറയില്ലേ, എക്സസീവ് ടാപ്പറ്റ് അടിക്കുക എന്ന് പറയില്ലേ, ആ ടൈമിൽ നമ്മൾ ഉണ്ടാവും. ലൂസ് കണക്റ്റിംഗ് റോഡ്, സ്മാൾ റോഡ് ബിയറിങ്ങിൻ്റെ 2-3 കേസ് ഉണ്ട്. അത് കണക്റ്റിംഗ് റോഡ് അടിക്കും, ആ ടൈമിൽ സൗണ്ട് ഉണ്ടാവും. ഡിഫക്റ്റീവ് എയർ ക്ലിയറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എൻ്റെ ക്ലാസ്സിന് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.